ഹായ്, നമസ്കാരം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുന്ന ഒരു കാര്യം സത്യമാണെന്ന് നമ്മുടെ ഉപബോധ മനസ്സങ്ങ് വിശ്വസിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നിരന്തരമായിട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അതിനെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ ഒരു ഇമേജ് ആക്കി മാറ്റും. ആ ഇമേജിനെ പിന്നീട് യൂണിവേഴ്സിന് കൈമാറുമ്പോൾ അതൊരു യാഥാർത്ഥ്യമായി മാറാനുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് ചെയ്യും. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ അതിനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഫീൽ ചെയ്യണം എന്ന് പറയുന്നത്. ആ സമയത്ത് അത് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. ചിന്തകൾ നമ്മുടെ മനസ്സിലുള്ളപ്പോൾ തന്നെ വളരെ പവർഫുൾ ആണ്. പിന്നീട് അത് വാക്കായിട്ട് പുറത്തു വരുമ്പോൾ അതിന്റെ ശക്തി 10 മടങ്ങായിട്ട് വർദ്ധിക്കും. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ ആ വിഷയം നമ്മുടെ അടുത്തെത്താനുള്ള സാധ്യതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് കരുതുക. നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം, ധാരാളം ക്യാഷ് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നുള്ള അവസ്ഥയെക്കുറിച്ച് നിരന്തരം സംസാരിക്കരുത്. ചില ആളുകൾക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ അതിനനുസരിച്ച് ദാരിദ്ര്യം അവരെ വിട്ടുമാറില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ആളുകൾ ഒരു കടയിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ, അയ്യോ ഇതൊന്നും എനിക്ക് വാങ്ങാൻ പറ്റില്ല, എന്റെ കയ്യിൽ ഇത്രയ്ക്ക് ക്യാഷ് ഒന്നും ഇല്ലാന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ചവും നമ്മളോട് പറയും, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന്. കാരണം നിങ്ങളുടെ വാക്കുകളിലൂടെ, അതിൽ നിന്നുണ്ടാകുന്ന ഫ്രീക്വൻസിയിലൂടെ എന്ത് ഇമോഷൻസ് ആണോ നിങ്ങൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത്, ആ ഇമോഷൻസിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് തരും. മറ്റു ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ചെറിയ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അവരത് നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ ഭയങ്കര കൈമുട്ട് വേദനയാണ്, കാൽമുട്ട് വേദനയാണ്, നല്ല ക്ഷീണമാണ്, എപ്പോഴും എനിക്ക് എഴുന്നേക്കാനേ പറ്റാറില്ല. അത് കേൾക്കാൻ കുറച്ച് അതിന് തയ്യാറായിട്ട് സിമ്പതി പ്രകടിപ്പിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അതിങ്ങനെ ആളുകൾ ഫോൺ ചെയ്തു, മെസ്സേജ് അയച്ചാൽ നേരിട്ട് കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് അസുഖം കുറയില്ല എന്ന് മാത്രമല്ല, നിങ്ങളൊരു രോഗിയായിട്ട് മാറാനുള്ള സാധ്യതയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ കസിൻസിനോടും ഫാമിലിയിലുള്ള ആളുകളോടും ഒക്കെ നിരന്തരം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ചെറിയ പ്രോബ്ലത്തിന് പകരം വലിയ വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. കാരണം ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ ഒക്കെ നിങ്ങൾ നേരിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ പാർട്ണറുമായിട്ട് ചെറിയ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചൊരു പക്ഷേ പറഞ്ഞു കാണും, അവൻ എപ്പോഴും എന്നോട് ഇങ്ങനെയാണ്, അല്ലെ അവൾ എപ്പോഴും എന്നോട് ഇങ്ങനെയാണ്, എപ്പോഴും ദേഷ്യപ്പെടും, അങ്ങനെ പല കംപ്ലൈൻറ്റ്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ കംപ്ലൈൻറ്റ്സ് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമോ അവര് നിങ്ങൾക്ക് നൽകുന്ന സപ്പോർട്ടോ കെയറിങ്ങോ ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾക്ക് ഒരു ബന്ധത്തില് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ആ ഒരു കൃതജ്ഞതാ മനോഭാവം ഇല്ലാതെ നമ്മൾ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ശതമാനം എന്താ പറയാ, നമുക്കില്ലാത്ത അല്ലെ നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള പരാതിയാണ് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 100-ല് 98% നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു 2% ബാലൻസ് ഉള്ള പരാതിയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ എന്തും നേടിയെടുക്കാൻ കഴിയുന്ന അത്ര പ്രാപ്തിയോടെയാണ് നമ്മൾ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. പക്ഷെ പറഞ്ഞു നമ്മൾ അത് അഫോർഡബിൾ അല്ലാതാക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു കണ്ടാൽ, ഒരു ഡ്രസ്സ് ആവട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഡിഫൻഡർ ആണ്, ഒരു വണ്ടിയാണ്, ആ വണ്ടി കാണുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലൊരു വീട് കാണുമ്പോൾ പലരും സ്വയം പറയും, അയ്യോ ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇതൊക്കെ പണക്കാരന് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കിതൊന്നും താങ്ങൂല. ഇങ്ങനെ പറഞ്ഞ് അവർ സ്വയം വിലപിക്കും. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് അതിനെ നോക്കി സ്നേഹത്തോടെ നമ്മൾ മനസ്സിൽ ഓർക്കുക, അല്ലെങ്കിൽ പറയുക, അതായത് ഇതുപോലെ ഒരെണ്ണം എനിക്ക് വാങ്ങിക്കാൻ പറ്റും, ഇതുപോലെ ഒരെണ്ണം എനിക്ക് സ്വന്തമാക്കാൻ പറ്റും, അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. നമ്മളത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് വാങ്ങാനുള്ള കഴിവുള്ള അത്രയും കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് ഈ പ്രപഞ്ചം നമ്മളെ മാറ്റും. അങ്ങനെയാകുമ്പോൾ പലർക്കും സംശയമാണ്, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, പിന്നെ എങ്ങനെയാ നടക്കുക എന്ന്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളുടെ ഉള്ളിൽ നമ്മൾ അറിയാത്ത പല സ്കിൽസ് ഉണ്ടാവും, നമുക്കറിയില്ല അത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു സ്കില്ല് നമ്മളുടേത് എന്താണെന്ന് നമുക്ക് കണ്ടെത്തി തരും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളൊരു സുഹൃത്ത് നിങ്ങളുടെ അടുത്തേക്ക് പുതിയൊരു ബിസിനസ് ഐഡിയ ആയിട്ട് വരും. അല്ലാതെ ഈ ക്യാഷ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ, അതായത് ആകാശത്തുനിന്ന് പൊട്ടി മുളയ്ക്കോ അല്ലെങ്കിൽ ഒരു മരം ഒരു തൈ നട്ടാൽ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുമൊന്നും ഇല്ലല്ലോ. ക്യാഷിന് വേണ്ടേ? അതിനുള്ള ഐഡിയ ആണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ലോട്ടറി അടിച്ചാൽ പോരെ? ഇതൊന്നും വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്തി തരും. അല്ലാതെ ഒരു അത്ഭുതം, ഒരു മാജിക് പോലെ നമ്മളുടെ അടുത്തേക്ക് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തുകയല്ല ചെയ്യുക.
അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് മാറാനുള്ള എല്ലാ അവസരവും ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കാതെ, അതേപോലെ നമ്മൾ സ്വയം മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് അസുഖം ഒന്നും ഇല്ലാന്ന് കരുതുക, അങ്ങനെയാണെങ്കിലും മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാണ്, അങ്ങനെ ഒരു പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതിന്റെ റിസൾട്ട് ഈ പ്രപഞ്ചം നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റാനുള്ള പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക.